ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 വീഡിയോയിലായിട്ട് പെർസ്പെക്റ്റീവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 പോയിൻ്റ് പെർസ്പെക്റ്റീവാണ് നമ്മൾ 2 ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പെർസ്പെക്റ്റീവിൽ 3 ടൈപ്പ് ഉണ്ട്: 1 പോയിൻ്റ്, 2 പോയിൻ്റ്, 3 പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1 പോയിൻറ്റും 2 പോയിൻറ്റും ആണ്. അപ്പോൾ ഇന്ന് 2 പോയിൻറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് ക്ലാസ് കേട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഈ പെർസ്പെക്റ്റീവിനെ കുറിച്ചുള്ള ക്ലാസ് കേട്ടോ. അതായത് ഡ്രോയിങ് പഠിക്കുന്ന സ്റ്റുഡൻസിനും അതായത് BRക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന സംഭവം. ഈ പെർസ്പെക്റ്റീവ് അറിയാഞ്ഞാൽ നമ്മുടെ വർക്കുകളൊന്നും അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് റിസ്ക് ആണെന്നൊക്കെ തോന്നും, പക്ഷേ നമുക്കിതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മളിന്ന് 2 പോയിൻ്റ് പെർസ്പെക്റ്റീവാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലൈന് ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ 2 എഡ്ജിലായിട്ട് ഓരോ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ വാനിഷിങ് പോയിൻ്റായിട്ട് കണക്കാക്കുന്നത്. വാനിഷിങ് പോയിൻ്റ് എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ വീഡിയോ കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഡേ 10 ആണെന്ന് തോന്നുന്നു, അതെടുത്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യും കൂടി വേണം. ഫസ്റ്റ് നമ്മൾ ഒരു ലൈന് വരച്ചു. അതിൻ്റെ 2 എഡ്ജസുകളിലായിട്ട് ഓരോ പോയിൻ്റ് വീതം പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ വാനിഷ് ചെയ്തുകൊണ്ട് താഴേക്ക് കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈൻസ് ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ ഈ ബോക്സ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ബോക്സിൻ്റെ 2 ഭാഗവും 2 അളവിലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മുടെ വാനിഷിങ് ലൈൻസ് പോയിട്ടുള്ള ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോക്സ് വരച്ചിട്ടുള്ളത് കേട്ടോ. പെർസ്പെക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടേബിള്, കസേര, ബിൽഡിങ്ങുകൾ, വാഹനങ്ങൾ എന്നിങ്ങനെയുള്ള പല വസ്തുക്കളും വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഷെൽഫ് കൂടി ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ 2 അറ്റങ്ങളിലായിട്ട് ഓരോ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാനിഷിങ് പോയിൻ്റായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിനോട് കൂടെ തന്നെ നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിൽ ഈ വർക്കൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് 3 വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് വെറുതെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിത് ഭയങ്കര ഹെവി ആണല്ലോ എന്നൊക്കെ തോന്നും, ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ ഈസിയാണ്. അപ്പോൾ ഈ പെർസ്പെക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ വസ്തുക്കളും ഒരു 3D എഫക്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. വളരെ ഈസിയാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വാനിഷിങ് പോയിൻറ്റും പെർസ്പെക്റ്റീവും വെച്ച് ചെയ്തതുകൊണ്ടാണല്ലോ ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. മുകളിലും താഴെയും കിട്ടിയിരിക്കുന്ന ആ ഒരു ഷേപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ ലൈൻസ് വെച്ച് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സംഭവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ടേബിള്, അങ്ങനെ പല വണ്ടികൾ, അങ്ങനത്തെ പലതും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തു. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഷെയ്ഡിങ് പെൻസിലല്ല, സാധാരണ യൂസ് ചെയ്യുന്ന വരക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലാണ്. പിന്നെ ഷെയ്ഡിങ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പേന ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും പേന ഉപയോഗിച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ടൊരു വർക്ക് കൂടി ചെയ്യാം. ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഒരു ബിൽഡിംഗ് ആണ്, വളരെ സിമ്പിളാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് അയച്ചു തരിക. പിന്നെ ഒരുപാട് കുട്ടികൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമോ ചോദിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ആണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊരു ഫീ ഒക്കെ വാങ്ങുന്നുണ്ട്. കാരണം നമുക്കൊരിക്കലും ഫ്രീ ആയിട്ട് ഇതിലിങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് ഈ പോർട്രേറ്റ് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ടൊന്നും പോർട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് വർക്കുകൾ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് വർക്കുകൾ ചെയ്ത് കൊടുക്കാൻ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെയൊക്കെ ബാക്കിൽ. അത് ഒരിക്കലും ഞാൻ പിന്നീടൊരു വീഡിയോയിൽ പറയാം കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തെ അധ്വാനം ഉണ്ട് ഈ പോർട്രേറ്റ് വരക്കുന്നതിൻ്റെ ബാക്കിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആരും തന്നെ
പിന്നെ അതൊരു തെറ്റായിട്ട് നെഗറ്റീവായിട്ട് തോന്നരുത്. കാരണം അത്രയും ഹാർഡ് വർക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലാസ് ഇടുന്നത് കൊണ്ട് തന്നെ പോർട്രേറ്റ് വർക്കുകളൊക്കെ വളരെ വളരെ കുറവാണ് ഇപ്പോൾ ചെയ്യാറ്. കാരണം അതിനൊന്നും സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടണം എന്നുള്ളവർക്ക് വേണ്ടി മാത്രമാണ് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. വീണ്ടും പറയാണ്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ആദ്യമേ പറയാണ് ചെറിയൊരു ഫീ വാങ്ങും. പിന്നെ നിങ്ങൾ ആ ഒരു നമ്പർ യൂസ് ചെയ്തിട്ട് കുറേ മെസ്സേജ് അയച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിലാക്കരുത്. കാരണം നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് വേറെയും ഉണ്ട്. കാരണം അവരെ കൂടി നമുക്ക് മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോകളും ഡീറ്റെയിൽ ആയിട്ടാണ് കാണിക്കാറ്, സ്പീഡിൽ കാണിക്കാറില്ല. കാരണം മുമ്പൊക്കെ ഞാൻ 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ സ്പീഡിൽ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്ന ആ ഒരു കാലത്ത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു. കാരണം അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു നീട്ടി ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും വലിയ ആൾക്കാരോ വലിയ എന്താ പറയുക ഒരുപാട് ടാലൻ്റ് ഉള്ള ആൾക്കാരോ ആയിക്കൊള്ളണമെന്നില്ല. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഡ്രോയിങ് പഠിക്കാൻ വാച്ച് ചെയ്യാൻ തന്നെ വരുന്നത്. അപ്പോൾ അവർക്ക് കൂടി ഉപയോഗപ്പെടണം എന്ന് കരുതിയിട്ടാണ് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് തന്നെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ എഡ്ജസ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 ക്ലാസ്സുകൾ പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചായിരുന്നു. അന്ന് 1 പോയിൻ്റ് പേഴ്സ്പെക്റ്റീവായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തേത് 2 പോയിൻ്റ് പേഴ്സ്പെക്റ്റീവാണത്. മാറിപ്പോവരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് മൊത്തം എടുത്ത് നോക്കുക. പലരും പെയിൻറ്റിംഗ് ഒക്കെ അറിയുന്നവർ വരുന്നവരുണ്ടാവാം, ചിലരൊന്നും അറിയാത്തവരുണ്ടാവാം. നിങ്ങൾ ഏത് മീഡിയമാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ചാനലിൽ പല വ്യത്യസ്ത മീഡിയംസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് വ്യത്യസ്ത പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ ചെയ്ത് പഠിക്കുന്നത് അത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മുമ്പ് ഞാൻ കുറേ കേക്ക് ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റാണ് ഈ കേക്ക് ബേക്കിങ്. സക്സസ് ആയിട്ടുള്ള മേക്കിങ് മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. കാരണം ഒരുപാട് പേര് അത് നോക്കിയിട്ട് ചെയ്തിട്ട് സക്സസ് ആയി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വീണ്ടും അത് എന്താ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ വരുന്ന സ്റ്റുഡൻസിന് ഒരിക്കലും തന്നെ കേക്ക് ബേക്കിംഗ് ഒന്നും പഠിക്കാൻ താല്പര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതൊന്നും ഷെയർ ചെയ്യാറില്ല. പിന്നെ അത് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കേക്ക്സ് എന്നുള്ളൊരു എന്താ പറയുക പ്ലേലിസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞു എന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ എന്താ പറയുക ഓരോ കാര്യങ്ങളും പഠിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് 3 ഹോംവർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ 2 പോയിൻ്റ് പെർസ്പെക്റ്റീവുമായി കണക്ട് ചെയ്ത കുറച്ച് വർക്കുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കൂടുതൽ വർക്കുകൾ ചെയ്യുമ്പോഴേ നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലൈക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.